പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ആരുടെ വീട്ടിലിരുന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലാണ് അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ചുമ്മാതല്ല വീട്ടിൽ ബദർ യുദ്ധം നടക്കുന്നേ. എങ്ങനെ തിന്നാനാ? അതെങ്ങനെ തിന്നാനാ? പണ്ടങ്ങനെ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും, ബറക്കത്തിന് ഇത്തിരി വെക്കും, അതേ പാത്രത്തിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും. ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തു നോക്കും, ഓള് തിന്നൂല. എന്തിനും മക്കൾക്ക് കൊടുക്ക്. എടാ, പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരി ഇട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ പോലെ ഒരു കുഴയാ കുഴച്ചിട്ട് ഇങ്ങനെ വാരി തരുമ്പോ ഓടിച്ചെന്ന് ആർത്തിയോടെ തിന്നും. ഞാൻ തിന്നിട്ടുണ്ട്, നിങ്ങളും തിന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു 5-6 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴച്ചിട്ട് വേണം നോക്കുമ്പോൾ അവൻ പറയും ഉമ്മ തിന്നോളാൻ, അവൻ തിന്നൂല. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക, ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യുക. ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയൂ. ഉസ്താദേ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ചോദിക്കേണ്ടതുപോലെ നീ ചോദിക്കാത്തത് കൊണ്ടാ. അല്ലാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാത്തത് കൊണ്ടാ. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ? പാപങ്ങളോരോ ഉസ്താദ് പറഞ്ഞു തരികയാ. എങ്ങനെയാണ് പടച്ച റബ്ബിനോട് തൗബ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? പൊറുക്കന്റെ പാപമാ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല, നിന്നെ പോലെ പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നു പോയി. ഇതൊക്കെ പടച്ചവനെ ഇബ്ലീസ് ചതിച്ചതാണല്ലോ, പെട്ടുപോയതാണല്ലോ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ചെയ്തു പോയതാ അല്ലാ. അല്ലാഹുവേ, അഹങ്കാരത്തോടെ ചെയ്തതല്ല. എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം. എന്നിട്ടും ചെയ്തത് അഹങ്കാരമല്ല അല്ലാ, പറ്റിപ്പോയതാണ് റബ്ബേ. എനിക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയോ, നീയും നിന്റെ ഭാര്യയും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും സ്വർഗ്ഗത്തിലോ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് തൗബ ചെയ്യാൻ പറയുന്നത്? നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലോ, നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലോ. കാരണമെന്നറിയോ? തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലമെന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് തൗബയെ കുറിച്ച്. പ്രവാചകൻ അവിടുന്ന് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു പോയ പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയോ.
മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു ഈ യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ മായിസ് വന്നിട്ട് പറയുകയാ. എന്താണ് പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ പോലെ പറയുന്നു പോമായിസ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ പോമായിസ് എന്ന് പറഞ്ഞു പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാ. കാരണം എന്തെന്നറിയോ? വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാ. പോയി തൗബ ചെയ്യട്ടെ, പോയി തൗബ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നാട്ടി വിടുകയാണ്. പക്ഷേ മായിസിന് സമാധാനമില്ല. രണ്ടാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു സ്വഹാബാ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ സഹാബാ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ സഹാബ. സ്വഹാബികൾ പറഞ്ഞു നബിയേ, മായിസ് റളിയല്ലാഹു തആല അൻഹു കള്ളു കുടിക്കുന്ന സ്വഹാബിയല്ല. പഠിച്ചവനെ മായിസ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറഞ്ഞു യാ റസൂലല്ലാഹ്, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി, എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. എനിക്കറിയാ നബിയേ, എനിക്കറിയാ നബിയേ. എന്നിട്ടും ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കൂല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇവിടത്തെ ശിക്ഷ സഹിക്കാൻ കഴിയുമല്ലോ? മരണത്തോടുകൂടി ഒരു അവസാനമുണ്ടല്ലോ. പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോ എനിക്ക് കഴിയില്ല നബിയേ. ഒരു വ്യഭിചാരിയെ പോലെ, ഒരു പാവിയെ പോലെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് പേടിയാ നബിയേ. നരകത്തിന്റെ തീ എനിക്ക് പേടിയാ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊല്ലാൻ പറയുമ്പോ പടച്ച റബ്ബേ, സ്വഹാബികൾ അവിടെ നിന്ന് ഏറ് തുടങ്ങി, സ്വഹാബികളെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. മായിസ് റളിയല്ലാഹു തആല അൻഹു വേദന സഹിക്കാൻ കഴിയാതെ ഓടുകയാ. മായിസ് തങ്ങളെ വേദന സഹിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുകയാണ്. പടച്ചവരെ, സ്വഹാബികൾ വന്ന് പറഞ്ഞു യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. പ്രവാചകന് സമാധാനമായി, പ്രവാചകന് സമാധാനമായി. കുറച്ചു കഴിയുമ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ട് വരുന്നു മായിസ്. യാ റസൂലല്ലാഹ്, അറിയാതെ ഓടിപ്പോയതാ നബിയേ. ശരീരം വേദനിച്ചപ്പോ ഓടിയതാണ് നബിയേ. ഒരു കുഴി കുത്തിയിട്ട് ആ കുഴിക്കകത്തി എന്നെ ഇറക്കി നിർത്തിയിട്ട് എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാണ് ഈ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? ഇവിടെ വെച്ച
അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അതുകൊണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ, അതാ ഒരു പെണ്ണ് കിടന്നു വരികയാ. ാഹുനെ എറിഞ്ഞു കൊന്ന കഥ കേട്ടപ്പോ ഒരു പെണ്ണ് കിടന്നു വരികയാണ് നബിയേ, രണ്ടാമത്തെ പ്രതി ഞാനാ, എന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെ കുഞ്ഞാണ് നബിയേ. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, എനിക്കുള്ള ശിക്ഷ തരാറ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയല്ലോ, നീ പ്രസവിച്ചു കഴിഞ്ഞു വരാറ് പറഞ്ഞു വിടുകയാണ്. ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. 9.5 മാസം കഴിഞ്ഞു. അവിടെ നിന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോ ചോര കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയോ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നീ പാല് കൊടുക്കൂ, ഈ കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. പടച്ചവനെ പിന്നെയും പറഞ്ഞു വിടുകയാണ്. അവസാനം തന്റെ കുഞ്ഞ് പാല് കുടി നിർത്തിയപ്പോ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയമെത്തിയപ്പോ ആ ചോര കുഞ്ഞുമായിട്ട് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് മറ്റുള്ള ഭക്ഷണം വെച്ച് കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാ. ഭക്ഷണം കഴിക്കാ തുടങ്ങി നബിയേ, എനിക്കുള്ള ശിക്ഷതാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയടാ. കള്ളു കുടിച്ചവനാണെങ്കിലും വ്യഭിചരിച്ചവനാണെങ്കിലും പലിശ തിന്നവനാണെങ്കിലും എത്ര വലിയ വലിയ അപരാധം ചെയ്തവനാണെങ്കിലും നീ മടി കാണിക്കണ്ട. നിനക്കൊരു പേടിയും വേണ്ട, ഒരു വിഷമവും വേണ്ട. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാൻ കഴിയൂ. നിന്റെ അല്ലാഹുവെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തിട്ട് സ്വർഗം കൊടുത്തവനാ. ജീവനോടെ എന്റെ പൊന്നാര പെമ്മക്കളെ കുടിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? മയ്യത്തിനെ വ്യഭിചരിച്ചവന് പടച്ച റബ്ബ് പുറത്തു കൊടുത്തില്ലോ? പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്? ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുന്നു, നബിയേ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് പറയാറ്, എന്നോടൊന്ന് ഏറ്റു പറയാറ്, ചെയ്തു പോയത് മുഴുവനും എന്റെ മുന്നിലൊന്ന് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യാറ്. അവരോട് പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ് നബിയേ. അതുകൊണ്ട് മലക്കുകളുടെ ദുആ വേണോ? നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. കാരണം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ നീ ഉണ്ടാകുമെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഈ മക്കാമിന്റെ മുന്നിലിരുന്നിട്ട് ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരുപാട് കരയണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല. പറയേണ്ടത് ആത്മാർത്ഥത വേണം ചെറുപ്പക്കാരാ. ഇഖ്ലാസ് വേണം മോനെ. ഇഖ്ലാസോടുകൂടി പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഒരു അസ്തഗ്ഫിറുല്ലാഹയാണെങ്കിലും പടച്ചവനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കാണെങ്കിലും അല്ലാഹു നിനക്ക് പുറത്തു തരും. ഒരു ചരിത്രം പറയട്ടെ, ഒരുപാട് കേൾക്കുന്ന ചരിത്രമല്ലോ. എങ്കിലും ചെറുപ്പക്കാരോ നന്നാകാൻ വേണ്ടി ഒരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ ജനതകൾ കടന്നു വരികയാണ്. ജനങ്ങളെ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, വെള്ളത്തിന്റെ ക്ഷാമമാണ് നബിയേ,
കുടിക്കാ വെള്ളമില്ല നബിയേ, മൃഗങ്ങൾ പോലും വലിയ പ്രയാസത്തിലാണ് നബിയേ, അതുകൊണ്ടൊരു പരിഹാരം കാണണം നബിയേ. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുകയാണ്, ജനങ്ങളോട് പറഞ്ഞു ഒരു ദിവസം ഒരുമിച്ച് കൂടാറ്, എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാറ്. പഠിച്ചവനെ അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ മുന്നിലേക്ക് പോയിരുന്നു. ചരിത്രം പറയുകയാണ് 70,000-ൽ പരം വരുന്ന ജനങ്ങളുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്യുകയാ, അല്ലാഹുവേ മഴ തരണേ അല്ലാ, വല്ലാത്ത പ്രയാസമാ അല്ലാ. മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. പടച്ചവനെ മഴ വരുന്നില്ല, അടയാളം കാണുന്നില്ല. മൂസാ നബി പിന്നെയും ദുആ ചെയ്യുകയാ. അപ്പോഴാണ് വിളിച്ചു പറയുന്നു, മൂസാ ദുആ സ്വീകരിക്കില്ല മൂസാ, മഴ പെയ്യില്ല മൂസാ. കാരണം എന്തെന്നറിയോ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നടുവിലോ 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു ധിക്കാരിയുണ്ട്. അല്ലാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനും 40 വർഷമായിട്ട് മറന്നു നടക്കുന്നവനോ, അവനെ സദസ്സിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാൻ പറ, അവൻ എഴുന്നേറ്റ് പോകാൻ പറ. അല്ലാഹുവേ മൂസാ നബി വിളിച്ചു പറയുകയാ, ആരാ? അല്ലാഹുവിനെ 40 കൊല്ലമായി മറന്നു നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഈ സദസ്സിലുണ്ട്. ഒരു പാപിയായ മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണേ, അവൻ എഴുന്നേറ്റ് പോകണേ. മൂസാ നബി ഇവിടെ നിന്ന് പറന്നു കഴിയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ? അല്ലാഹ്, ഈ വൃത്തികെട്ടവൻ ആരാ? ഇത്രയും വലിയ പാവി ആരാ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുകയാണ്. ഒരാൾ പോലും എഴുന്നേറ്റ് പോകുന്നില്ല. അപ്പോഴാണ് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനവിടെ ചിന്തിച്ചു, അല്ലാഹ് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങൾ അറിയുമല്ലോ, നാണം കെടുമല്ലോ. എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ മഴ പെയ്യില്ലല്ലോ. ആ മനുഷ്യനവിടുന്ന് തന്റെ കുറ്റബോധം വരികയാണ്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളെന്ന് വരികയാണ്. ആ മനുഷ്യൻ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവേ തന്റെ മുട്ടിലേക്ക് തന്റെ തലയങ്ങ് താഴ്ത്തി വെക്കുകയാ. അവിടുന്ന് തലയങ്ങ് താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഇന്ന് വരെ ചെയ്തത് പാപമാ അല്ലാഹ്, സമ്മതിക്കുന്നു അല്ലാഹ്, കുറ്റബോധമുണ്ട് റബ്ബേ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാഹ്. എങ്ങനെയാണ് ചെയ്തു പോയ പാപങ്ങൾ നിന്നോട് പറയേണ്ടതെന്ന് എനിക്കതുപോലും അറിയില്ല അല്ലാഹ്. എങ്കിലും ഞാൻ പറയുകയാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്. ഇനി ഒരിക്കലും നിന്നോട് ഞാൻ എതിര് പ്രവർത്തിക്കില്ല. ഇന്നുവരെ ചെയ്തത് പൊറുത്തുതാ അല്ലാഹ്, ഇന്നുവരെ ചെയ്തത് എനിക്ക് പൊറുത്തുതാ അല്ലാഹ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹ് എന്റെ തൗബ സ്വീകരിച്ചാൽ, എന്റെ പാപം പൊറുത്താൽ മഴ തരണേ അല്ലാഹ്, മഴ തരണേ അല്ലാഹ്. ആകാശത്ത് കാർമേഘം വരികയാണ്. ജനങ്ങൾ മുഴുവനും മഴ വരുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ടവരോടുകയാ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി, റബ്ബേ ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ, ഒരാൾ
ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ. അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മൂസ നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തു. ആ മനുഷ്യന്മാരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ച റബ്ബിനെ പേടിച്ച് 5 നേരം നിസ്കരിച്ച് നടക്കുന്നവർ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഇതുപോലെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുണ്ടല്ലോ, ആരെങ്കിലും അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ അവന് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണല്ലോ, പള്ളിയിലെ ഖതീബിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്നവരാണല്ലോ. ഉസ്താദ് അവിടെ ഫാത്തിഹ ഓതുമല്ലോ. മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ പള്ളിയിൽ നമ്മൾ നമസ്കരിക്കാൻ പോകും. പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഫാത്തിഹ ഓതും, പള്ളിയിലെ ഇമാമ് ഫാത്തിഹ ഓതും. ആ ഫാത്തിഹ ഓതി തീർന്നതിന് ശേഷം ഉസ്താദ് പറയും ആമീൻ വലല്ലാലീൻ ആമീൻ. ആ ആമീൻ എന്ന് പറയുന്ന സമയം ആരാണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് ആമീൻ പറയുന്നത്, അവൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉസ്താദ് വലല്ലാലീൻ ആമീൻ എന്ന് ഉസ്താദ് പറയുന്നതിന് മുമ്പ് നമ്മൾ ആമീൻ പറയും, ഇല്ലേ? ഉസ്താദ് ആമീൻ പറയുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചില ബിരുദന്മാരുണ്ട്, ഖതീബ് സുജൂദിൽ എത്തുന്നതിന് മുമ്പേ സുജൂദിൽ പോയിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരില്ലേ? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ? ഉസ്താദ് സുജൂദിൽ എത്തിയിട്ടില്ല, അതിനു മുമ്പേ സുജൂദിൽ പോയി കിടക്കുന്ന ആൾക്കാരില്ലേ? നാളെ പന്നിയുടെ കോലത്തിൽ എഴുന്നേറ്റ് വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഏത് കോലത്തിൽ? പന്നിയുടെ കോലത്തിലാണ് നാളെ പരലോകത്ത് അവർ കടന്നു വരുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ഓതുമ്പോൾ എന്ത് പറയണം? ആമീൻ എന്ന്. ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അമ്മനൽ ഇമാമ ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ആമീൻ ചൊല്ലിയാൽ നിങ്ങളും ആമീൻ ചൊല്ലുക, നിങ്ങളും ആമീൻ ചൊല്ലുക. ഒരാളുടെ ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീനുമായി, ആ രണ്ടുമായി ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ആമീൻ ഇമാമു വലല്ലാലീൻ എന്ന് പറഞ്ഞു, ആമീൻ. ആ സമയത്ത് നമ്മൾ ആമീൻ പറയുമ്പോ നമ്മളുടെ ആമീനും മലക്കുകളുടെ ആമീനും തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരും. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ പോയി നിസ്കരിക്കുക. നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ കൂടെ, അതെങ്ങനെ? ഉസ്താദ് വലിയ സൂറത്താണ് ഓതുന്നതെങ്കിൽ തീരാറാകുമ്പോഴേ നമ്മൾ കയറത്തുള്ളൂ. ഉസ്താദ് വലിയ സൂറത്താണ് ഓതുന്നതെങ്കിൽ തീരാറാകുമ്പോഴേ കയറത്തുള്ളൂ. ഉസ്താദ് എങ്ങാനും വലിയ സൂറത്ത് ഓതി ആലോചിച്ച് വയ്ക്ക്, പിന്നെ പരാതിയ കമ്മിറ്റി ഓഫീസിൽ പരാതിയ, ഉസ്താദ് ഇങ്ങനെ വലിയ സൂറത്ത് ഓതിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ ഓത്ത് ദീർഘിപ്പിക്കണമെന്നാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരം ദീർഘിപ്പിക്കണം, ഖുർആൻ പാരായണം ദീർഘിപ്പിക്കണം. നിസ്കാരം ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണവേദന അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും, അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പിന്നെ ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതുന്നത് വെറുതെ അല്ല. നിങ്ങൾ ചോദിക്കുമല്ലേ, എന്തുവാടാ ഉസ്താദ് എന്നും ഈ വദ്ദുഹ തന്നെ, ഉസ്താദ് എന്നും വദ്ദുഹ തന്നെ ഓതുന്നത് എന്താ? ഉസ്താദിന് വലിയ സൂറത്തൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുന്ന വാപ്പമാരുണ്ട്. പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാമുമാര് ചെറിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാവൂ.
പള്ളിയിലെ ഖതീബന്മാരെന്ത് ചെയ്യണം? ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം എന്താ? ഇപ്പൊ ഇവിടത്തെ പള്ളിയിലെ ഖതീബ് നിസ്കരിക്കുമ്പോ എത്രയോ പ്രായമുള്ളവർ ഉസ്താദിന്റെ പുറകെ നിൽക്കുന്നുണ്ട്, രോഗികൾ നിൽക്കുന്നുണ്ട്. യാത്രക്കാര് പള്ളി കണ്ടപ്പോ ഒന്ന് നിസ്കരിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ചാടിക്കേറി നിന്നതാ. ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരുന്ന ഈ പുറകെ നിൽക്കുന്നവൻ പറയും, പടച്ചോൻ ഇങ്ങേരെന്താ ഹത്ത ഓതുന്നു, അല്ല തീരുന്നില്ല അല്ല. ചിന്തിച്ചു നോക്ക്. എടാ, ഇമാമിന്റെ പുറകിൽ നിൽക്കുന്നവനെ പ്രയാസപ്പെടുത്തരുത്. അതാ മനസ്സിലാക്കേണ്ടത്. ഇബാദത്തിന്റെ വിഷയം പോലും, നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തരുതെന്ന അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഉസ്താദ് വലിയ സൂറത്ത് ഓതിക്കൊണ്ട് നിന്ന നമ്മൾ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ആക്ക, എന്തിന് നിർത്താൻ? നമ്മൾ നിർത്താൻ. നമ്മൾ ആരെന്നറിയോ? ഈ പറഞ്ഞതിനർത്ഥം കുൽഹുവല്ലാഹ് ഇന്നഅത്തനെ അടിക്കണമെന്നല്ല. നമ്മൾ ആരാ? റമളാൻ മാസം വരുമ്പോ ചില പള്ളികളിൽ ഹത്ത ഓതും, അവിടെ പോകത്തില്ല. വല്ലുഹ മുതൽ താഴോട്ട് ഓതുന്ന പള്ളി തെരഞ്ഞു പോകുന്ന ബിരുദന്മാരാ നമ്മൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടെ എന്താമീനില്ലേപ്പാ? എന്താമീന നമുക്ക്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ അവകാശിയെ ഞാൻ പറഞ്ഞു തരാം. സ്വർഗത്തിൽ പോണോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോണോ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. അതിലും മടിയന്മാരുണ്ടോപ്പോ? നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശിയെ ഉറപ്പിച്ച് ഞാൻ പറയാം, നീ സ്വർഗത്തിന്റെ അവകാശിയ. സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കഷ്ടപ്പാടുമില്ല, 5 പൈസയുടെ ചെലവില്ല, 40 ദിവസം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, 40 ദിവസം അവ്വല് തക്ബീറോടുകൂടി നിസ്കരിക്കണം. പറ്റുമോ? ഇമാമ് കൈകെട്ടുമ്പോ നീ പുറകിലുണ്ടാവണം, അല്ലാതെ നിസ്കാരത്തിന് പോയി കൂടുകയല്ല. ഉസ്താദ് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുമ്പോ 40 ദിവസം കൈകെട്ടാൻ നീ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കെട്ടാൻ പറ്റുമോ? നോക്കപ്പറിയാം. 38 ദിവസം ഉണ്ടാവും, 39ാമത്തെ ദിവസം പോകും. കാരണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എടാ, ഒരാള് ഇങ്ങനെ ശൈത്താൻ എങ്ങനെ ഒരാളെ ചെയ്യാൻ? അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കല് ഒരാള് വന്നിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ കുഴിച്ചിട്ട് തങ്ങളെ എവിടാണെന്ന് എനിക്ക് അറിയണില്ല, ഒന്ന് പറഞ്ഞുതരാൻ. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ ഫിഖിന്റെ മസലയൊക്കെ അറിയത്തുള്ളൂ. ഇല്ല തങ്ങളെ, ഇവ ഇങ്ങനെ ചോദിക്കാം, പോയി നിസ്കരിക്കടാന്ന് പറഞ്ഞു. ഓൻ അങ്ങോട്ട് പോയി കൈ കെട്ടിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചപ്പോ തന്നെ ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുത്തു, പൈസ ഇന്ന സ്ഥലത്താ കിടക്കണേ. ഓൻ ഓടിച്ചെന്ന് നോക്കുമ്പോ അവിടെ തന്നെ കിടക്കണം. ഇപ്പൊ ഇയാള് വന്നിട്ട് അബൂ ഹനീഫ തങ്ങളോട് ചോദിക്കാം, അതെങ്ങനെ മനസ്സിലായി? നിസ്കരിച്ചങ്ങനെ. എടാ, നീ നിസ്കരിക്കാൻ കൈകെട്ടി, നിസ്കരിക്കാൻ പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിച്ചു, പൈസ കിടക്കണ സ്ഥലം ഓർമ്മയില്ല, പിന്നെയും നിസ്കരിക്കും, ഓർമ്മ വരുന്നത് വരെ ഇവൻ നിസ്കരിക്കും. നിസ്കരിച്ച പ്രതിഫലം കിട്ടിയില്ലെങ്കിലും സുജൂദ് ചെയ്ത പ്രതിഫലം കിട്ടുമല്ലോ. അപ്പൊ ഇബ്ലീസിന് ഇഷ്ടമല്ല, അതുകൊണ്ടാ വന്ന് ഓർമ്മിപ്പിച്ചതെന്ന്. അതാ ഇബ്ലീസ് അങ്ങനെ. തൗബ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്ന് ചോദിച്ചു, നബിയെ, ഞാനൊരു പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്തു. പിറ്റേ ദിവസവും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? ഈ തൗബ ചെയ്യണം. പിന്നെയും ചെയ്തു നബിയെ, പിന്നെ തൗബ ചെയ്യണം, പിന്നെയും തൗബ ചെയ്യണം, പിന്നെയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇബ്ലീസിന് മനസ്സിലാകണം ഇവനെ ഇനി തെറ്റിയിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങണം. ഇബ്ലീസ് തോറ്റുപോകുന്നത് വരെ തൗബ ചെയ്യണമെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇബ്ലീസ് അങ്ങനെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ കയറി പോകുമ്പോ ഉറങ്ങിക്കിടക്കണ ഒരുത്തനെ സുബഹിക്ക് മുമ്പ് പോയിട്ട് ഇബ്ലീസ് വിളിച്ചുണർത്തിയിട്ട് പറയാടാ ചങ്ങാതി, സുബഹിക്ക് ബാങ്ക് വിളിക്കാറായി, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. ഇബ്ലീസ് ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, എഴുന്നേറ്റ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്. ഇത് കണ്ടപ്പോ മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. സാധാരണ ഇവൻ കിടത്തി ഉറക്കാറില്ലേ പരിപാടി. ശൈത്താൻ മൂത്രം ഒഴിപ്പിച്ചിട്ട് ഉറക്കാറല്ലേ സുബഹി നിസ്കരിക്കാതെ പോലും. അപ്പൊ ഇബ്ലീസ് വിളിച്ചുണർത്തി കണ്ടപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത്, ഇന്നലെ ഞാൻ ഇവനെ ഉറക്കിയപ്പോ ഇവൻ ചെയ്ത പണി എന്തെന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ഖുർആൻ ഓതലും തൗബ ചെയ്യലും. പടച്ചോനെ, അതിനേക്കാളും നല്ലത് ഇവൻ 2 റക്അത്ത് നിസ്കരിക്കുന്നതാ. വിളിച്ചുണർത്തി കിട്ടണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ദുആയും തൗബ, ഇത് മാത്രമേ ഉള്ളൂ. കരച്ചലോടെ കരച്ചല്. ഇവൻ നിസ്കരിച്ചിരുന്നെങ്കിൽ 2 റക്അത്തിന്റെ പ്രതിഫലം കിട്ടത്തുള്ളൂ. നിസ്കരിക്കാതിരുന്ന അള്ളാഹ് ഇവന്റെ എല്ലാ പാവവും പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് വിളിച്ചു വിട്ടേന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇമാമിന്റെ ആമീൻ വലല്ലാലീൻ ആമീൻ എന്ന് പറയുമ്പോൾ നീയും പറയണം, മലക്കുകളുടെ ആമീനുമായിട്ട് നിന്റെ ആമീന് യോജിച്ച, നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നിന്നെ ശുദ്ധീകരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഞാൻ വിശദീകരിക്കുന്നില്ല. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ മൂന്നാമത്തെ നന്മ എന്തെന്നറിയോ? عن أم الدرداء رضي الله تعالى عنه قالت حدثني سيدي أنه سمع رسول الله صلى الله عليه وسلم يقول من دعا لأخيه بظهر الغيب قال الملك المؤكل به آمين ولك بمثلي. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. പഠിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ സഹോദരൻ നിന്റെ അടുക്കലില്ല, നിന്റെ സഹോദരൻ അടുത്തില്ലാത്ത സമയത്ത് നിന്റെ സഹോദരന് വേണ്ടി നീ ദുആ ചെയ്താൽ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിലെ ഉസ്താദിനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഞാൻ ദുആ ചെയ്യും, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. ഉസ്താദ് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ? എങ്കിൽ പള്ളിയിലെ ഉസ്താദ് എന്നോട് എനിക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു, ഉസ്താദിന് ഞാനില്ല, ഉസ്താദ് ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യുക. നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത് അവന് വേണ്ടി ദുആ ചെയ്യുക. അവന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ ചെയ്യാറുണ്ടോ? അവൻ കൊത്തുവാള എടുക്കണേന്ന് നമ്മൾ ചെയ്യും. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് യതീംഖാനയിലായി കാണണമെന്നുള്ള ആഗ്രഹം നമുക്കുള്ളൂ. നമ്മൾ ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിക്കേ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ അങ്ങനല്ല. ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാലം, അസൂയ ഉണ്ടാകുന്ന കാലം. ഒരു ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു. ഒരു കഥയാണ്. പണ്ട് ഗൾഫ് നാടിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഞണ്ടുകളുടെ ഒരു പ്രദർശനം നടന്നു. ഞണ്ടല്ലേ, അറിയോ? ഞണ്ടിനെന്താ? എടഞ്ചി, മനസ്സിലായ? എനിക്ക് കടിക്കുന്ന സാധനല്ലേ? അപ്പൊ ഇത് പല പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുപ്പിക്കകത്തിട്ടിരിക്കുക, അടച്ചു വെച്ചിരിക്കുന്നു. എല്ലാത്തിന്റെ കയ്യും കാലും കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ട് പോലും ഇല്ല. എല്ലാ ഞണ്ടിന്റെയും കയ്യും കാലും കെട്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ടില്ല, തുറന്നിട്ടിരിക്കുക. അപ്പൊ ആരോ ചോദിച്ചു, എന്തേപ്പ എല്ലാം അടച്ചിട്ടിരിക്കുന്ന? അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, എല്ലാ രാജ്യത്തിന്റെ പാത്രം അടച്ചു വെച്ചിരിക്കണ്, എന്തപ്പ നമ്മുടെ നാടിന്റെ മാത്രം അടച്ചു വെക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഞണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി വലിഞ്ഞു മുകളിൽ കയറിയ താഴെ നിൽക്കുന്നവൻ തന്നെ വലിച്ചു തറയിലിട്ടേക്കുന്നു. അതാ ഒരാള് നന്നാകുന്നത് മറ്റൊരുത്തൻ ഇഷ്ടമില്ലാത്ത കാലം. അസൂയാണ് നമുക്ക്. ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാഹ് നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. അതിനർത്ഥം എന്താ? അല്ല, അവൻ ചെയ്യുന്ന അതേ ജോലിയല്ലേ ഞാനും ചെയ്യണേ. ഓനും ഗൾഫിൽ പോയി, ഞാനും ഗൾഫിൽ പോയി. ഓൻ വീടും വെച്ചു, വണ്ടി എടുത്തു, എനിക്കൊന്നുമില്ലല്ലോ അല്ലാ, നീ കാണിച്ചത് ശരിയല്ലല്ലോ അല്ലാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അസൂയക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നവന്റെ കാര്യം കട്ട പുകയാ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ബോറടിക്കരുത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മളിൽ ചില ആൾക്കാർ എന്ത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടും. എന്തു ബിസിനസ് ചെയ്താലും ഓൻ രക്ഷപ്പെടും. ഓൻ വിചാരിക്കണം, എന്താ, എന്റെ താടി കണ്ടിട്ട് അള്ള തന്നതാ, എന്റെ നിസ്കാര തഴമ്പ് കണ്ടിട്ടല്ല, അള്ളാഹിക്ക് എന്നോട് എന്തോ പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടാ. എന്ത് കച്ചവടം ചെയ്താലും ഓൻ അഭിവൃദ്ധി. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഉദാഹരണം സഹിതം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കടയുടെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും ഒരു കടയുണ്ടെന്ന് വിചാരിക്കാം. നിന്റെ കടയിൽ കച്ചവടമില്ല, അവന്റെ കടയിൽ കച്ചവടമുണ്ട്. നീ എന്ത് ചെയ്യും? എപ്പോ നോക്കിയാലും അവന്റെ കടയിൽ നോക്കിയിരിക്കുക. എന്തല്ല, ഓന്റെ കടയിൽ മാത്രം ഇത്ര ആള് പോകുന്നത്? പടച്ചവനെ, ഓനും കൂടെ എങ്ങനെയെങ്കിലും ആളൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ. ഇങ്ങനെ അസൂയ, നമ്മൾ ഇങ്ങനെ അസൂയ വെച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ ഒരു കടയുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒന്നുകൂടെ നിന്റെ മുന്നിൽ തുറക്കും. അവൻ ഒരു കട കൂടെ നിന്റെ മുന്നിൽ തുറക്കും. ഉണ്ടായിരുന്ന നിന്റെ കട പൂട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ.
എടാ അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹ് അവനെ വളർത്തി കാണിക്കും. അള്ളാഹ് നിന്റെ കണ്ണിന്റെ മുന്നിൽ ഓനെ വളർത്തി കാണിക്കും. അൽഹംദുലില്ലാ. നമ്മളെ കുറിച്ചൊക്കെ എന്തൊക്കെ പറയുന്നില്ല, അസൂയല്ലേ. ഇന്ന് വന്നപ്പോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സിറാജ് ഉസ്താദെ നിങ്ങളുടെ ഡേറ്റ് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു 40,000 രൂപ തരുവാണെങ്കിൽ ഡേറ്റ് മേടിച്ചു തരാം. ഞാൻ അയാളോട് ചോദിച്ചു, ആ പറഞ്ഞവനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാരണം എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹം കണ്ട. 40,000 രൂപ തരുവാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് മേടിച്ചു തരാമെന്ന് ഒരുത്തം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പഠിച്ചവനെ അതിന്റെ പകുതി എനിക്ക് തന്നാൽ മതി, ഞാൻ ഡേറ്റ് തരാമെന്ന്. കാരണം 40,000 രൂപ ഏജന്റിന് നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക. ആ ഡേറ്റ് മേടിച്ചു കൊടുത്ത അള്ളാഹ് അവന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരാമീൻ പറ. നിങ്ങൾക്ക് ബുദ്ധി വല്ലതും ഉണ്ടോ? ബുദ്ധിമുട്ടില്ല, ഒരാമീൻ പറ. കാരണം എന്തേ? അങ്ങനെ ഉള്ളവരുണ്ടെങ്കിലേ നമുക്ക് വളർച്ചയുള്ളൂ. എടാ ഇങ്ങനെ അസൂയ വെക്കുമ്പോ ഓരോ മനുഷ്യനെ തകർക്കാൻ നോക്കുമ്പോ അള്ളാഹ് അവരുടെ മുന്നിൽ നമുക്ക് ഇൽമുണ്ട്. ഇരിക്കണ ഉസ്താദന്മാരുടെ അത്ര ഇൽമുണ്ട് നമുക്കൊന്നും ഇല്ലപ്പ. ഇരിക്കണ പണ്ഡിതന്മാര് കിതാബ് ഓതുന്നു, നമുക്കെന്തോ അറിയാം. മൈക്കിന്റെ മുന്നിൽ നിന്ന് വയത് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. എങ്കിലും അള്ളാഹു നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തരുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് കൊണ്ടൊന്നും അല്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് അത് വേറെ ആർക്കോ ഉള്ള പണിയാ. അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ അങ്ങനെ കാണേണ്ടത്. അള്ളാഹു ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് എനിക്ക് സങ്കടം തോന്നിപ്പോയി കുറച്ചൻ അങ്ങനത്തെ ആൾക്കാരുണ്ടോപ്പാ. അധ്വാനിച്ച് ജീവിക്കുക സഹോദര. എന്തിനാവശ്യമില്ലാത്ത പണിക്കൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേറ്റ് വേണമെങ്കിൽ വല്ലാഹി എന്നോട് തന്നെ ചോദിക്കണം. വേറെ ആരോട് വെച്ചാലും കിട്ടില്ല. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഡേറ്റ് വെച്ചിട്ട് തരാത്തതിന്റെ ദേഷ്യം മാത്രമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു റിസ്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഞാൻ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അസൂയ വെക്കരുത്, ഒരിക്കലും അസൂയ വെക്കരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണം? നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള കാരണം നമ്മുടെ നാവ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പലരും പറയുന്നു, ഉസ്താദ് നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കച്ചവടമില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, അള്ളാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാശത്തിന്റെ കാരണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവരോട് പറയണേ? നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവനോട് പറയുന്നത്? നീ എന്താ പറയണത്? അളിയാ നല്ല കച്ചവടവാ, 25,000 കിട്ടും, ഒരു മാസം 2 ലക്ഷം രൂപ വരുമാനമുണ്ട്, സുഖം അളിയ. അവൻ ചോദിച്ചോ നിന്നോട്? അവൻ നിന്നോട് ചോദിച്ചോ? പറഞ്ഞങ്ങാതി. ചിലര് പറയണെന്ത്? ഇവിടെ 2 ലക്ഷം രൂപ ഉണ്ടടാ ഒരു മാസം ലാഭം. എന്നാ അൽഹംദുലില്ലാ. എടാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച അറബികളോട് ചോദിക്കുക, എന്തുണ്ട്? അൽഹംദുലില്ലാ. കച്ചവടം ഉണ്ടോ? അൽഹംദുലില്ലാ. കച്ചവടം ഇല്ലേ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറ, നീ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മറിച്ച് നീ നാവിനെ സൂക്ഷിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചരിത്രം നോക്ക്. ഇതൊന്നും കള്ളമല്ലല്ലോ, ഹദീസല്ലേ. ഒരു സഹാബി ഉടുപ്പൂരുകയാ. ഒരു സഹാബി ഇട്ടിരുന്ന വസ്ത്രം ഇങ്ങനെ ഊരുമ്പോ പുറകിൽ നിന്ന സഹാബി ബോഡി കണ്ടിട്ട് പറഞ്ഞു, എന്ത് ബോഡിയാവുള്ളാന്ന്. വസ്ത്രം ഊരിയപ്പോ പുറകിൽ നിന്ന സഹാബി പറഞ്ഞു, എന്തൊരു ബോഡിയാ പഠിച്ചവനെ. ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണോ സഹാബി. നിന്ന നിപ്പിന് താഴെ വീണോ. എടുത്തുകൊണ്ടില്ല ഹദറത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി. മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകൻ ഒതുവെടുത്തിട്ടുള്ള വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കുടഞ്ഞു. അപ്പോഴാ ബോധം വന്നേ. അപ്പോഴാ പറഞ്ഞത്, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില വീടിന്റെ മുന്നിൽ നല്ല തെങ്ങിങ്ങനെ തേങ്ങ ഇങ്ങനെ കുലച്ച് നിൽക്ക. അപ്പോഴാ ഒരു ഉപ്പാപ്പ ഇങ്ങനെ നടന്നു പോയപ്പോ പറയാ, എന്തുവാ അല്ലാഹ് ഈ നിൽക്കണത്, സുബ്ഹാനല്ലാഹ്. ഒരു 2 മാസം കഴിഞ്ഞ് അതിലേ പോയ അങ്ങനെ ഒരു തെങ്ങ് പോലും നമുക്ക് കാണാൻ പറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസൂയ വെക്കാൻ പാടില്ല ആരോടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് എഴുതിയത് നിനക്ക്, അവൻ എഴുതിയത് അവന്, വേറെ ആർക്കും കിട്ടൂല. എന്റെ പേരെഴുതിയത് നിങ്ങൾക്ക് ആർക്കും കിട്ടൂല, നിങ്ങളുടെ പേരെഴുതിയത് എനിക്കും കിട്ടൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ഉണ്ടോ ഇല്ലേ, നീ ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് 160 കോടി ജനങ്ങളുണ്ട്. 160 കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നു. ഏകദേശം 140ഓളം കോടി മുസ്ലിമീങ്ങളുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ 140 കോടി നന്മ നിങ്ങൾക്ക് കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ, ഈ ലോകത്ത് എത്ര മുസ്ലിമുണ്ടോ ആ മുസ്ലിമിന്റെ തല എണ്ണത്തിന് പകരം നിനക്ക്